കേരളത്തിലെ ആയിരക്കണക്കിന് ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കാനും ഇവിടെ മത്സ്യം നിക്ഷേപിച്ച് ഉൾനാടൻ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുകയും അതുവഴി കർഷകർക്ക് മികച്ച വരുമാനമാർഗം തുറന്നുകൊടുക്കുകയുമാണ് എംബാങ്ക്മെന്റ് മത്സ്യകൃഷി പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മത്സ്യബന്ധന വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന എംബാങ്ക്മെന്റ് മത്സ്യകൃഷിയുടെ സംസ്ഥാനതല വിളവെടുപ്പ് ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും വൈക്കം ഉദയനാപുരത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജലാശയങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടി തുക കണ്ടെത്തിയാൽ കൂടുതൽ ചാലുകൾ മത്സ്യകൃഷിക്ക് അനുയോജ്യമാക്കാനും അതുവഴി ഉൾപ്രദേശത്ത് വരുമാനമാർഗം വർദ്ധിപ്പിക്കാനും കഴിയുമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. 19,000 ടൺ മത്സ്യം ഉൽപ്പാദിപ്പിച്ച കേരളത്തിൽ ഇന്ന് 42,000 ടൺ മത്സ്യ ഉൽപ്പാദനത്തിലേക്ക് ഉൾനാടൻ മേഖല മാറി. ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് നിലവിലുണ്ടായിരുന്നതിന്റെ ഇരട്ടിയോളം മത്സ്യ ഉൽപാദനമാണ് കേരളത്തിൽ നമുക്ക് നടത്താൻ. അതുകൊണ്ട് ഈ കഴിഞ്ഞ വർഷം നമ്മൾ ആരംഭിച്ച എംബാങ്ക്മെന്റ് പദ്ധതി മത്സ്യകൃഷി വ്യാപിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ടാണ്. കേരളത്തിലെമ്പാടും ഈ പദ്ധതി ആരംഭിച്ചു. വലിയ വിജയമാണ്. ഇത് ആരംഭിക്കാൻ കാരണം മന്ത്രി എന്ന നിലയിൽ ഒരു കൃഷി രീതി ഞാൻ സ്വയം ചെയ്തതിന്റെ ഭാഗമായി കണ്ടെത്തിയ ഒരു കൃഷി രീതിയാണ്. അതായത് വെള്ളക്കെട്ടായി കിടക്കുന്ന സ്ഥലങ്ങൾ, ഒഴുക്ക് ചാലുകൾ. ചലച്ചിത്ര സംവിധായകൻ എബ്രീഷ് ഷൈന് മത്സ്യം കൈമാറി ആദ്യ വിൽപ്പന ഉദ്ഘാടനം ചെയ്തു. CK ആശ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK രഞ്ജിത്ത്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ PS പുഷ്പമണി, പഞ്ചായത്ത് പ്രസിഡന്റ് PK ആനന്ദവല്ലി, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ SR രമേശ് ശശിധരൻ, KG രാമേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഫിഷറീസ് വകുപ്പ് പടിഞ്ഞാറക്കര നവോദയ ഫിഷ് ഫാമിംഗ് ക്ലബ്ബുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 4 കൂടുകളിലായി 4500 നാടൻ വരാൽ കുഞ്ഞുങ്ങളെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. N9 ന്യൂസ്, വൈക്കം.